പത്തനംതിട്ടയിൽ ആദിവാസി യുവതി ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ ജീപ്പിൽ പ്രസവിച്ചു. അതിനുശേഷം ആരോഗ്യ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുകയും ആംബുലൻസിൽ അമ്മയെയും കുഞ്ഞിനെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. ആംബുലൻസിലുണ്ടായിരുന്ന 2 ആരോഗ്യ പ്രവർത്തകരും ഇതിൽ ഒരാളുടെ മകളുമാണ് നമ്മോടൊപ്പമുള്ളത്. ഇത് നിങ്ങൾ എങ്ങനെയാണ് വിവരം അറിഞ്ഞ് അവിടെ ചെന്നത്? ഞാൻ കോന്നി താലൂക്ക് ഹോസ്പിറ്റലിലെ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസറാണ്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഷൈബി. അപ്പോൾ എന്നെ JPH സജിത കൊക്കാത്തോട് PHCയിലെ JPHനും LHI ഇൻചാർജുമാണ്. അദ്ദേഹമാണ് എന്നെ വിളിച്ച് വിവരം അറിയിക്കുന്നത്. അപ്പോൾ ജീപ്പിൽ വരുന്നുണ്ട് എന്ന് വീടിൻ്റെ വഴിയിലെത്തുമ്പോഴത്തേക്കും വേണ്ട കെയർ കൊടുക്കാം, ഡെലിവറി ആയി, അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി റോഡിൽ നിൽക്കുവാണ് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ വീണ്ടും പറഞ്ഞു ഇങ്ങനെ ഡെലിവറി ആയി, ജീപ്പിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞ് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് അങ്ങോട്ട് പോകുമായിരുന്നു. മാമിൻ്റെ പേരെങ്ങനെയാണ്? സജീത. ഡെസിഗ്നേഷൻ? JPHനാണ് LHI ഇൻചാർജ് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ജീപ്പ് കിടന്ന സ്ഥലത്തേക്ക് ആംബുലൻസിൽ എത്തിയപ്പോൾ എന്താണ് കണ്ടത്? യഥാർത്ഥത്തിൽ എന്തെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും ആശങ്കയുണ്ടായിരുന്നോ മനസ്സിൽ? ഒന്നുമില്ല, നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ള അതേപോലെ തന്നെയാണ്. അമ്മ പ്രസവിച്ച് ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റിലുണ്ട്. അപ്പം കുഞ്ഞിനെ അതിൻ്റെ അംബിലിക്കൽ കോഡുമായിട്ട് പുക്കിൾവള്ളിയുമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അമ്മ, കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മ. അപ്പം നമുക്ക് ഉടൻ തന്നെ നമ്മൾ കുഞ്ഞിനെ റിസീവ് ചെയ്തു. നമ്മളതിന് വേണ്ടുന്ന സംവിധാനമായിട്ടൊക്കെയാണ് ടർക്കിയും അതുപോലെ അമ്മയ്ക്ക് വേണ്ട കെയർ കൊടുക്കാനുള്ള എല്ലാ സംവിധാനമായിട്ടാണ് പോയത്. പെട്ടെന്ന് അതെല്ലാം അറേഞ്ച് ചെയ്താണ് പോയത്. അവിടെ ചെന്നപ്പോൾ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ എൻ്റെ കൂടെ മോളുണ്ടായിരുന്നു. മോഡയിൽ ടർക്കിയിൽ റിസീവ് ചെയ്ത് കോഡ് ക്ലാമ്പ് ചെയ്ത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തു. അതിനെ ടൈ ചെയ്ത് വെച്ചു. അതിനുശേഷം അമ്മയുടെ ഭാഗത്തുള്ള കെയർ കൊടുത്തു. അതിന് പെരിനൽ കെയർ എന്നാണ് പറയുന്നത്. പെരിനൽ കെയറൊക്കെ കൊടുത്തു. ബ്ലീഡിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, ക്ലോട്ടൊക്കെ നോക്കി, കുഴപ്പമില്ല. പ്ലാസൻ്റ വന്നിരിപ്പുണ്ടായിരുന്നു. പ്ലാസൻ്റ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. അതിനുശേഷമുള്ള കെയറും കൊടുത്ത് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് റെഡിയാക്കി കൊടുത്തു. അതിനുശേഷം വെള്ളം വേണമെന്ന് പറഞ്ഞു, ചോദിച്ച് ചൂടുവെള്ളം കൊടുത്തു. പെട്ടെന്ന് തന്നെ അമ്മയെ ബാക്കിലും കിടത്തി ഞാൻ കൂടിയിരുന്നു. മോളെ കുഞ്ഞിനെയും കൊടുത്ത് ഫ്രണ്ട് സീറ്റിലിരുത്തി. രണ്ടുപേരും ഹെൽത്തിയാണ്. നമ്മൾ ഫസ്റ്റിൽ കാണുമ്പോൾ തന്നെ നല്ല ഹെൽത്തിയാണ്. കുഞ്ഞിന് വെയിറ്റ് തോന്നിയിട്ടുണ്ട്. അപ്പം മനസ്സിലായി കുഴപ്പമൊന്നുമില്ല. പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കോന്നിയിൽ എത്തിക്കേണ്ട, നേരെ GH പത്തനംതിട്ട എത്തിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ തിരിച്ചു പോന്നു. റേഞ്ച് ഉള്ളിടത്ത് വന്നപ്പോൾ ഞങ്ങളുടെ സൂപ്പർവൈസർ ഷൈബി സിസ്റ്ററെ വിളിച്ചറിയിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ഞാനും കൂടെ വരുന്നു. ശരി, കയറി ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങ് പോകുന്നു. കുഴപ്പമൊന്നുമില്ല. യാത്രാമധ്യേ ദുർഘടമായിരുന്നു. പക്ഷേ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. കുഞ്ഞിനെ എത്തിക്കുക, കുഞ്ഞിനെ സംരക്ഷിക്കാൻ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. അമ്മയും കുഞ്ഞിനും സേഫാക്കുക. അതുപോലെ നമ്മൾ വേഗത്തിൽ വന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഏതായാലും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ അമ്മയും കുഞ്ഞും ഉണ്ട്. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ കൂടിയാണ്. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.